അറിയുന്ന ആൾക്കാരുണ്ട് ഇതല്ലേ അങ്ങനെ ചെയ്യണം ആവശ്യം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് ഇന്നൊരു സ്പെഷ്യൽ പോലെ വീഡിയോ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്, നോമ്പൊക്കെ ആയിട്ട്. എന്താണ് നോമ്പ് തുറക്കാൻ പോവാണ്. അപ്പൊ ഈ ചെങ്ങായി മാറ്റിയിട്ടൊന്നുമില്ല, ഞാൻ പിന്നെ ആദ്യം മാറ്റി ഒരുങ്ങി സുന്ദരിയും സുമുഖിയായി. എനിക്ക് വേറെ ഒന്നുണ്ട്, എനിക്കൊരു കുട്ടി കൂടി ഉണ്ട്. ക്യാമറ ഇങ്ങനെ എന്നെ കാണുന്നില്ല, എനിക്കൊരു കുട്ടി കൂടി ഉണ്ട്. അപ്പൊ ആ കുട്ടീനെ ആദ്യം ഒരു സൈഡിൽ ഒരുക്കി വെച്ചിട്ട് വേണം എനിക്ക് മാറ്റാൻ. അപ്പൊ ഞാൻ വേഗം നോമ്പിനെ മാറ്റിയൊക്കെ സെറ്റായി. നമ്മൾ പോണ എവിടെയായിരുന്നു? താമരശ്ശേരി കോപ്പർ കിച്ചണിലാണ് ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോകുന്നത്. സോറി, ഞാനൊക്കെ പറഞ്ഞു, എനിക്ക് ടെസ്റ്റ് ഒന്നും ഒളിപ്പിച്ചറിയില്ല. അപ്പൊ നമ്മൾ കോപ്പർ കിച്ചണിലാണ് പോണേ. നമ്മൾ ബേബിനൊക്കെ മാറ്റി ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തോനെ ലേറ്റ് ആയി കഴിഞ്ഞാല് എന്താ പറയാ, നമുക്ക് സീറ്റ് കിട്ടും. നിങ്ങൾ വിളിച്ചു ചോദിച്ചില്ലേനോ? ബുക്കിംഗ് ഒന്നുമില്ല, പോയാ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് മാറ്റി സെറ്റ് ആയിട്ട് വരാം. പോവാ, മാറ്റിയോ? മേക്കപ്പ് ഒന്നിട്ടണ്ട, എനിക്ക് വയ്യ. ഞാൻ പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല കേട്ടോ. നോമ്പൊക്കെ അല്ലേ, നോമ്പൊക്കെ ആയതുകൊണ്ട് നമ്മള് കുറച്ചൊക്കെ ഒന്ന് നന്നാവണ്ടേ. കണ്ണൊന്നും ഇതിലതാ. ഞാൻ പിന്നെ പണ്ടേ കാരണവന്മാര് തന്ന കോലവും കാലൊക്കെ എനിക്ക് ഉണ്ട് അല്ലേ. ഞാൻ സുന്ദരിയല്ലേ? എന്നാ പോവാ. അപ്പൊ നമുക്ക് ഒപ്പരം പോയി നോമ്പൊക്കെ തുറന്ന് അതിന്റെ ഫുൾ വീഡിയോ നമുക്ക് കണ്ടുവരാം. ഈ സുക്കേട് പിന്നെ കാറ് കയറി എനിക്കുള്ളതാണ്. ഞാൻ സുന്ദരിയാണോന്ന് എന്നെ തന്നെ ഞാൻ ക്യാമറയിലൊന്ന് നോക്കും. പിന്നെ കാണാത്ത രസം. നമ്മളിതാ കാറിന്ന് പുറത്തേക്ക് ഇറങ്ങലും നല്ല മഴ പെയ്യുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ചെറുങ്ങനെ മഴ പെയ്ത് തുടങ്ങി. അവിടെ എത്തി നോമ്പൊക്കെ തുറന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല ചടപടേന്നുള്ള മഴ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നോമ്പൊക്കെ ആയതുകൊണ്ട് ഈ ഒരു മഴ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. നല്ല ചൂടാണല്ലോ, ഒരു മഴ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെതാ നമ്മളിവിടെ കോപ്പർ കിച്ചണിലെത്തി. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഈ മഴയത്ത് ഞാൻ ഈ മോനെ വെച്ചിട്ട് എങ്ങനെ അവിടെ എത്തുന്നതാണ്. അപ്പോൾ കറക്റ്റ് സമയത്ത് ഇതാ അവർ കുടയിട്ട് വന്നിട്ടുണ്ട്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ 5 മണി ഇല്ലെങ്കിൽ ഒരു 5:30 ഞങ്ങൾ 5:45 കഴിഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോൾ. ഞങ്ങൾ അവിടുന്ന് കോപ്പർ കിച്ചണിലേക്ക് 1/2 മണിക്കൂറേ ഉള്ളൂ യാത്ര. പക്ഷേ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കിന് 6:30 ആയിട്ടുണ്ട് സമയം. അപ്പോഴത്തേക്കിന് മുകളിലും താഴത്തൊക്കെ സീറ്റ് ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഉള്ളിൽ 2 ആൾക്കാർ ഇറങ്ങാനുണ്ടെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഉള്ളിലെത്തി, ഓർഡറൊക്കെ എടുത്തു. ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ബാങ്കൊക്കെ കൊടുത്തു. ഞങ്ങളിതാ നോമ്പ് തുറക്കുകയാണ്. ഇവിടെ സീറ്റ് ഫുള്ളാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ നോമ്പ് തുറക്കാൻ ആൾക്കാരുണ്ടാവുമോ, എല്ലാവരും വീട്ടിൽ നിന്നല്ല അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ തുറന്നുണ്ടാവില്ല എന്ന്. പക്ഷേ ഫാമിലി ആയിട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ എനിക്ക് തോന്നിയത്. നാട്ടിനെ കാണിക്കണോ? എൻ്റെ ക്ലാസ്സിലുള്ള തന്നെ കളയാക്കൂ. പിന്നെ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ മാത്രമല്ല, അതിലൊരു ഇടിൻ്റെ സൗണ്ട് കേട്ട് ഞാനൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുമുണ്ട്. 2-3 ഇടിയും നല്ല പേരും മഴയാണ് പെയ്യുന്നത്. ഇന്നലെ ഈ ടൈമിന് എല്ലാവർക്കും മഴ കിട്ടിക്കുന്നതെന്ന് ഓർമ്മല്ല. എന്തായാലും കോഴിക്കോട് നമ്മുടെ താമരശ്ശേരി ഭാഗത്തേക്കൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയട്ടോ. ഫുഡൊക്കെ കഴിച്ചതാ ഞങ്ങൾ യാത്രയാവുകയാണ് ഗൈസ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചടപടാ എന്ന് പറഞ്ഞതാ വീണ്ടും മഴ നിന്നിട്ടില്ല. അപ്പം മോനെയും കൊണ്ട് നമ്മൾ എങ്ങനെ പോകുന്നായിരുന്നു നമ്മുടെ അടുത്ത റിസ്ക്. അപ്പം ഇതാ മുന്നിൽ ഇതാ നല്ല മൈജിൻ്റെ കുട അവർ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കകനോട് പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ അനിയനാണ് വാഹനം. അപ്പം പറഞ്ഞ് നിങ്ങൾ 2 ആളും കൂടി മുന്നിൽ പോയിക്കോളി, ഞാൻ ബാക്കിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ അവർ 2 ആളും മുന്നിൽ പോവാണ്. അവരുടെ ബാക്കിൽ ക്യാമറ പിടിച്ച് ഞാനും പോവുകയാണ്. ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കുമാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ പറയണ്ട, ഉറുമ്പിന് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, അല്ല അത്രയൊന്നുമില്ല, നമുക്കൊന്നും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ് തിരക്കാണ്. അങ്ങനത്തെ കാര്യത്തിൽ നാജിന്
അങ്ങനെ എന്താ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ചടപടയെന്ന് പറഞ്ഞ കാറിൽ കയറിയപ്പോൾ നമ്മുടെ നേരെ മുന്നിലൊരു കാറ്, അതെടുക്കാൻ ഇനി വേറൊരാൾ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഇതാ കാറൊക്കെ ഇങ്ങനെയൊക്കെ കൈ കിട്ടി നല്ല മഴയാണ് പോവാണ്. ഓമ്പുറന്ന് ഇങ്ങനോ ഇതാ കൊടയും ചട്ടിയൊക്കെ ആയി കുട്ടിനുള്ളിലാക്കി മഴ കാണിച്ചു കൊടുക്കണമല്ല. അതിന്റെ വീഡിയോ എത്ര എടുത്ത്. ഫുഡ് അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ശരിക്കും നമ്മൾ അങ്ങനെ ഭക്ഷണം കൂട്ടാണ്ട് പോവാ. ബസ് കയറി പോരും. കുറച്ച് ഇത് കയ്യിലും കുറച്ചല്ലോ വൈറ്റ് ഹൗസ് അവിടെ ഉണ്ടോ നോമ്പറ? ഒരാളിവിടെ നിന്ന് ചിണങ്ങുന്നുണ്ട്. അമ്മന്റെ മോനെ ചിണങ്ങുന്നുണ്ട്. ഏത് നിമിഷവും കരയും. അമ്മന്റെ മോന നല്ല ഇടി വെട്ടിക്കും നമ്മളകത്തേ കയറിയപ്പോ. 2 ഇടി. എണ്ണക്കടി ഉണ്ട് പക്ഷെ ഒക്കെ വെറൈറ്റിയാ. കിളിക്കൂട് അങ്ങനത്തെ മോഡല്. പറയോ അമ്മ? എല്ലാരും ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഇതൊക്കെ വീഡിയോ ഉണ്ട് കേട്ടോ. അറിയുന്ന ആൾക്കാരുണ്ട് ഇതല്ലേ അങ്ങനെ ചെയ്യണം. പക്ഷേ യൂട്യൂബിലുള്ള മറ്റേ കത്തിയടിക്കുന്ന ടീം. ഓ അത് കൊറേ ആൾക്കാരുണ്ട്. അസുഖങ്ങൾ ഇപ്പൊ ചെറിയ മക്കൾക്ക് കേൾക്കുന്നുണ്ട് കേട്ടാ. അത്രയും പ്രായമുള്ള ആൾക്ക് ഇവിടെ ഉമ്മ വൽക്ക് 3 ആക്കുന്നുണ്ട് നിക് നെയിം ഇടാന്. ഉമ്മ മോനിമ്മ കുഞ്ഞാവാനിട്ടാലോ? ഉമ്മ പടിയ കുഞ്ഞാവാനിടാ. എനിക്കുണ്ടായിരുന്നൊരു പേര് കുഞ്ഞൂട്ടനല്ലേ? കുഞ്ഞൂട്ടി ഇമ്മ. ഇത് പിന്നെ മറ്റേ ഫൈസൽക്കാർ വിളിക്കും. ഞാൻ രാവിലെ 1ാമത്തെ മദ്രസിലൊക്കെ പോകുമ്പോ ഫൈസൽക്കാർ ഉണ്ടാവും. മറ്റേ അരിമത്ത് കൂത്തിരുന്ന് പല്ലിയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് പല്ലും തേച്ച് ഇങ്ങനെ മുന്നോട്ട് ആക്കി മദ്രസ കിച്ചു. പിന്നെ അത് പിന്നെയും പോലെ സ്റ്റാൻഡേർഡ് കിച്ചുന്നിട്ടാലോ? താഴത്ത് നിച്ചുണ്ട്. കിച്ചുവോ? കിച്ചു യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വിശ്വസിച്ചു പറിച്ചു വിടും. അങ്ങോട്ട് ലുക്കാണ്. മാസ്റ്റർ പീസിലൊക്കെ അവന്റെ ലുക്ക് എന്തായിരുന്നു. താമരശ്ശേരി നോക്കി ഒരു മനുഷ്യനല്ലേ ഡ്രസ്സ് എടുക്കുന്നത്. ഇനിയിപ്പോ മഴ ചെയ്തിട്ടാണോ അറിയൂല. താമരശ്ശേരി ചുങ്കൻ നല്ല ഹെവി മഴ ഏതായാലും ഒരു കുറവില്ല മഴക്ക്. നോമ്പിന് മഴ കിട്ടിയില്ലെങ്കിൽ ഒക്കൂല. എനിക്ക് രാത്രി ചൂടല്ലേ. പള്ള ഫുള്ളായിട്ട് അതുണ്ടല്ലോ പകുതി ഗ്യാസ്. ഇതേ ഞാൻ നോമ്പ് തുറന്ന് ഇഷാവൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ എഴുതി പോയിട്ട് അപ്പുറത്തുള്ളവന്റെ പീസും കൂടി ഞാൻ കഴിച്ചു. അൽ റസൂൽ നല്ല കച്ചറയാണ്. ഇപ്പൊ നമ്മള് വീട്ടിലെത്തുമല്ലോ. ഇപ്പൊ എത്തും.
ഇപ്പൊ എത്തും മോനെ. ഓ ഇപ്പൊ എത്തും മോനെ. അങ്ങനെ ഇതാ വീടെത്താനായപ്പോഴത്തേക്കിനും മോന് നല്ല കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് വീടെത്തണം. അപ്പോൾ ഇന്നത്തെ ഈ നോമ്പുതുറൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.